നമ്മുടെ നെവിനെ ഇന്ന് അനീഷേട്ടൻ നല്ല രീതിക്ക് തന്നെ ആട്ടി വിടുന്നുണ്ട്. അനീഷേട്ടൻ നെവിനെ പുറത്തേക്ക് വിളിക്കുകയാണ്. നെവിൻ ബെഡ്റൂമിലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നെവിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട. അതായത് അനീഷേട്ടൻ്റെയും അനുമോളുടെയും ഇടയിൽ ഹംസമായിട്ട് കളിക്കാൻ നോക്കിയതിനാണ് നെവിനെ പറഞ്ഞത്. അതിനുശേഷം അനീഷേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ നല്ല രീതിക്ക് ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ ആ രീതിയിൽ തന്നെ പെരുമാറത്തുള്ളൂ. അപ്പം നമ്മുടെ നെവിൻ പറയാണ്, ഇവറ്റകൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു, അനീഷേട്ടൻ ഡൗൺ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട്, നെവിൻ ഡൗൺ ആവാതെ നെവിൻ നോക്കിയാൽ മതി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം, അത് ആര് പറഞ്ഞാലും അത് ഞാൻ കേൾക്കില്ല എന്നുള്ള രീതിയിൽ പറയണം. അപ്പം നെവിൻ അത് ഓടിച്ചെന്ന് നമ്മുടെ ആദിലയുടെയും നൂറയുടെയും അക്ബറിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്. പുള്ളി പറയാണ്, പുള്ളിയുടെ കാര്യത്തിൽ പുള്ളി ഉറച്ച് നിൽക്കുകയാണ്, അതായത് അനുവിൻ്റെ കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ്, പുള്ളി ഒരിക്കലും പുള്ളിയുടെ സ്റ്റാൻഡ് മാറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിൽ പറയുന്നത് പുള്ളിയുടെ കാര്യത്തിൽ ഉറച്ചു നിന്നോ, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അങ്ങനെ ചെയ്യണമെന്ന് വാശി പിടിക്കരുത്, അനു അങ്ങനെ ചെയ്യണമെന്ന് വാശി പിടിക്കരുത്, എന്തൊരു ടോക്സിക്കാണ് പുള്ളി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അതിലൊക്കെ ചോദിക്കുകയാണ് അക്ബറിൻ്റെ അടുത്ത്, അനീഷേട്ടൻ നിങ്ങളോട് ഇന്നലെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നോ? അപ്പോൾ അക്ബർ പറയാണ്, സംസാരിച്ചിരുന്നു. നമ്മുടെ മണിച്ചിത്രത്താഴിനകത്ത് ലാലേട്ടൻ പറയുന്നത് പോലെ ഞാനൊരു പെൺകുട്ടിയോട് എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൻ്റെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യുക എന്നൊക്കെ അനീഷേട്ടൻ ഞങ്ങളോട് സംസാരിച്ചു. ബിക്കോസ് ഞങ്ങൾ ഇന്നലെ കല്യാണക്കാര്യങ്ങളൊക്കെ അനീഷേട്ടനോട് സംസാരിച്ചായിരുന്നു. അപ്പം അത് കേട്ടിട്ടാണ് അനീഷേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് അനുവാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയുന്നുണ്ട്. അതേപോലെ നെവിൻ്റെ അടുത്ത് അക്ബർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടത്, നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്തൊക്കെ ഇടപെടാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട്, അത് അനുവിനെ പറഞ്ഞാൽ മതി, അനുവാണ് ഇവനെ പറഞ്ഞു വിട്ടത്, ആരെങ്കിലും ഇവനെ പറഞ്ഞു വിടുമോ? പുള്ളി എന്തായാലും നല്ല രീതിയിൽ ഹോപ്പ് വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വെച്ച് നോ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ആർമിക്കാർ ഇവളെ എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അനു നോ പറയാതിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, അവൾക്ക് നോ ആണെങ്കിൽ അവൾക്ക് നോ ആയിട്ട് തുറന്ന് പറഞ്ഞുകൂടെ. പിന്നെ അറിയാൻ പറ്റത്തില്ല ഇത് അനീഷേട്ടൻ്റെ സ്ട്രാറ്റജി ആണോ എന്ന്. അവസാന നിമിഷം പുള്ളി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ആയിക്കൂടെ ഇത് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. എന്തായാലും ഒരുമിക്കുന്നെങ്കിൽ ഒരുമിക്കട്ടെ, പിരിയുന്നെങ്കിൽ പിരിയട്ടെ എന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ നൂറ ചോദിക്കുന്നുണ്ട്, സ്ട്രാറ്റജി ആവാൻ വഴിയുണ്ടോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അനീഷേട്ടൻ്റെ കാര്യമല്ലേ. അവസാന നിമിഷം ഒരു വീക്ക് എങ്ങനെയെങ്കിലും അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അനീഷേട്ടനായിട്ട് കരുതി കൂട്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള രീതികളിൽ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അവിടെ.